നിന്റെ ആകെയുള്ള സമ്പാദ്യമായത്. ഇതിൽ നിന്ന് ഒരു തൊണ്ട് സ്വർണം പോലും കൊടുക്കരുത്. രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. ആഭരണങ്ങൾ മാധവേട്ടൻ ഇവിടെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഏതു വിധേനയും ഇതവര് കൈക്കലാക്കും. പ്രകാശം കണ്ടാലും അവൻ ഈ ആഭരണങ്ങൾ തട്ടിയെടുത്തിരിക്കും. ഇനി ഞാൻ നോക്കിയിട്ട് ഇത് സൂക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ആഭരണങ്ങൾ സുചിത്രയെ ഏൽപ്പിക്കുക. സുചിത്രയുടെ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അവൾ നിന്റെ ആഭരണവും സൂക്ഷിക്കട്ടെ. സുചിത്രയുടെ ആഭരണങ്ങളിൽ പ്രകാശന് ഒരിക്കലും കൈവെക്കില്ല. കരുതൽ ധനമായി സൂക്ഷിക്കാനേ നോക്കൂ. ആ കൂട്ടത്തിൽ നിന്റെ സ്വർണം കൂടി ഉണ്ടെന്ന് അവൻ തിരിച്ചറിയാനും പോകുന്നില്ല. ലോക്കറിൽ വെച്ചിരിക്കുന്നത് പോലെ അതവിടെ സുരക്ഷിതമായിരിക്കും. എന്താ, ശരിയല്ലേ? ശരിയാ. മാധവേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലേ ഈ ആഭരണങ്ങളൊക്കെ ഊരിത്താ. അല്ല മാധവേട്ട, സ്വർണ്ണം ഇവിടെ സൂക്ഷിക്കാമെങ്കിൽ ഈ പണം ഇവിടെ സൂക്ഷിച്ചാ പോരെ? പോരാ. 5 ലക്ഷത്തിന്റെ കെട്ട് എങ്ങനെയും പ്രകാശന്റെ കണ്ണിപ്പെടും. നിന്റെ മോന് നോട്ടുകെട്ടുകളുടെ മണം പിടിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവാ. പിന്നെ അതേക്കുറിച്ച് സംശയങ്ങളായി ചോദ്യം ചെയ്യലും ഭേദ്യം ചെയ്യലും ഒക്കെയായി സ്വസ്ഥതയാകെ തകർത്തിരിക്കും. പണം നീ തന്നെ സൂക്ഷിച്ചാ മതി. ഇതെന്താച്ചാ? ഉണ്ണിയപ്പവാ. ഉണ്ണിയപ്പോ? ആ. അതെവിടുന്ന്? ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാ. മോള് കഴിച്ചു നോക്ക്. കഴിക്കേ. ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? മോശമാവില്ലല്ലോ. ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പല്ലേ? ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പോ? നീ എന്തായി പറയുന്നത്? ഹരിതയുടെ വീട്ടിൽ കഴിയുന്ന ചന്ദ്രിക ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എന്റെ കയ്യിൽ എങ്ങനെ വരാനാ? അതാ ഞാനും ചോദിക്കുന്നത്. ചന്ദ്രികാമ്മയുടെ ഉൽപ്പന്നം എങ്ങനെ അച്ഛന്റെ കയ്യിൽ വന്നേ? അച്ഛ, അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഞാൻ കൊറേ തിന്നിട്ടുള്ളതാ. ഏത് പാതിരാത്രിക്ക് വിളിച്ചുണർത്തിയത് തന്നാലും അതിന്റെ രുചി ഞാൻ തിരിച്ചറിയും. സത്യം പറ, ഇതെങ്ങനെ അച്ഛന്റെ കയ്യിൽ വന്നു? നിന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ച എന്നെ തന്നെ നീ കൂട്ടിലാക്കിയല്ലോ. ഇനി ഒളിക്കുന്നില്ല. ഇന്നലെ രാത്രിയില് ചന്ദ്രുവാണ് ഉണ്ണിയപ്പം ഇവിടെ എത്തിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ണിയപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നില്ലേ? അതിനെക്കുറിച്ച് അവൾക്ക് ഉൾവിളി ഉണ്ടായെന്നോ സ്വപ്നം കണ്ടെന്നോ ഒക്കെയാ ചന്ദ്രു പറഞ്ഞത്. എന്തായാലും രാത്രി തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ആരോരും അറിയാതെ അവൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കോ? സത്യമാണോ? സത്യം. തിരിച്ച് സ്കൂട്ടറിൽ ചന്ദ്രനെ ഞാൻ അവിടെ എത്തിക്കുകയും ചെയ്തു. ഇതൊന്നും ഇവിടെ പ്രകാശോ നീയോ അവിടെ മനോജോ ഹരിതയോ ആരും അറിഞ്ഞിട്ടില്ല. കൊള്ളാം. പ്രണയവും ഉണ്ണിയപ്പൊക്കെ ആയിട്ട് കാമുകി കാമുകന്മാര് രാത്രി സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങത്താ മോളെ, അവള് മറ്റൊരു കാര്യം കൂടി എന്നെ ഏൽപ്പിച്ചു.
ആഭരണങ്ങളായത്. അത് ഈ മനോജ് എന്തോ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്രേ. ചന്ദ്രുവിന്റെ ഈ ആഭരണങ്ങൾ വിറ്റോ പണയം വെച്ചോ ബിസിനസ് തുടങ്ങാനാ ഹരിതയുടെ കൽപ്പന. അത് കേട്ടിട്ട് ചന്ദ്രു ആഭരണങ്ങൾ ഊരി എന്നെ ഏൽപ്പിച്ചു. അത് നന്നായി അച്ഛ. ഇല്ലെങ്കി ആഭരണം മനോജ് വിറ്റ് തൊലച്ചേനെ. ആ, എന്നിട്ട് അമ്മയെ സംരക്ഷിച്ചതിന്റെ കണക്കും പറഞ്ഞേനെ. ഈ ആഭരണം നീ സൂക്ഷിക്കണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായാലും എന്റെ ആഭരണത്തില് പ്രകാശട്ടൻ കൈവയ്ക്കില്ല. ആ, അതിന്റെ കൂട്ടത്തില് അമ്മയുടെ ആഭരണം കൂടി വെച്ചാ തിരിച്ചറിയേയില്ല. അത് ഭദ്രമായിരിക്കും. ഇതാ അത് തന്നെയാ ഞങ്ങളും ഉദ്ദേശിച്ചത്. ആ, പിന്നെ ഞങ്ങൾക്ക് നിന്നിൽ നിന്നും ഒന്നും ഒളിക്കാനില്ല മോളെ. LICയിൽ നിന്നും 5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. അത് അടിച്ചു മാറ്റാൻ അവസരം പാർത്ത് നടക്കുക പ്രകാശൻ. അതുകൊണ്ട് ആ 5 ലക്ഷം അവിടെ സൂക്ഷിക്കാൻ ചന്ദ്രുവിനെ ഏൽപ്പിച്ചു. അതും നന്നായി. അമ്മയുടെ കയ്യില് 5 ലക്ഷം ഉണ്ടെന്ന് മനോജും ഹരിതയും സ്വപ്നം പോലും കാണാൻ പോകുന്നില്ല. അതും ഭദ്രം. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിനുള്ള മുതല് ഇങ്ങോട്ടും വന്നു, ലക്ഷങ്ങൾ അങ്ങോട്ടും പോയി. അതെ, വാർദ്ധക്യ കാലത്ത് ജംഗമ സ്വത്തുക്കൾ മക്കളിൽ നിന്നും സംരക്ഷിക്കാൻ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന പെടാപ്പാടുകളെ. എല്ലാ സങ്കടങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം മോളെ.